നമ്മളങ്ങനെ സോക്കത്താറിൽ നിന്നും വാങ്ങിച്ചെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പോണ റൂട്ടിലൊക്കെ അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ സഞ്ചരിക്കുന്നത് ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ. ചെറിയ റൂട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി റൂട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. പോണ വഴിയിലൊക്കെ ചെറിയ ഇങ്ങനെ കല്ലറകൾ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പലയിടത്തും മരങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് കുറച്ച് പിള്ളേരെ കണ്ടുപിടിച്ചിട്ടാ. ഇവൻ്റെ കയ്യിൽ ഇരിക്കണ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യാൻമറിലെ വണ്ടിയാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു മലയാളീനെ പരിചയപ്പെട്ടിട്ടാ. മൂപ്പര് നമുക്ക് ക്യാമ്പിൽ നിന്ന് ഫുഡും പിന്നെ അതുപോലെ കുറേ സാധനങ്ങളൊക്കെ തന്നു വിട്ടിട്ടാ. പാവം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോണ വീണ്ടും കുറേ കല്ലറകൾ കണ്ട് അതിൻ്റെ അടുത്തൊരു ഗ്രാമം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ഗ്രാമത്തിലെ അടക്കിയേക്കണ ആൾക്കാരുടെ എന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ആ ഗ്രാമത്തിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ കുറേ പിള്ളേർ കളിക്കേണ്ട കേട്ടോ, ഫുട്ബോൾ കളിക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പുള്ളി കുറേ തലയോട്ടി വെച്ചേക്കണ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കസേരയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അതുപോലെ ചോളത്തിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ എല്ലാ വീട്ടിലും ഇതേപോലെ വിറകുകൾ കാര്യങ്ങൾ അടക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ നമ്മൾ പോകണമെങ്കിൽ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാ. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടാ. അപ്പോഴും വീണ്ടും നമുക്ക് മഴ കിട്ടി. ആകെ പെട്ടു കേട്ടോ. കാലാവസ്ഥയൊക്കെ കണ്ടില്ലേ, ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ നനഞ്ഞ് ചീഞ്ഞു പോയി. അപ്പോഴത്തേക്കും ഒരു ഗ്രാമം കിട്ടി. അവിടെ ഒരു പുള്ളി നമ്മളെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടാ. അടിപൊളി മനുഷ്യനാണ്. നമുക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം പുള്ളി തന്നെ തന്നിട്ട് കിടക്കാനുള്ള സംവിധാനം എല്ലാം ഒരുക്കി തന്നിട്ടാ. പാവം.